നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മളിന്ന് ചാനലിൽ വന്നിരിക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. മൈക്രോമാക്സിൻ്റെ ഇൻ 2B എന്ന് പറയുന്ന ഈ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് നമ്മളിന്ന് മലയാളം ടെക്കിൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. ഒരു 8500 പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ആക്ച്വലി മൈക്രോമാക്സ് അവതരിപ്പിച്ചപ്പം 7999 രൂപയായിരുന്നു ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ്. പക്ഷേ ഇപ്പോൾ 7 മാസം പിന്നിട്ടു. അതിനുശേഷം ഒരു 500 രൂപയും കൂടെ കൂട്ടി അവരിപ്പോൾ 8499 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാടധികം സവിശേഷതകൾ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് മൈക്രോമാക്സിൻ്റെ ഇൻ 2B. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് തന്നെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്ന ബോക്സ്. ആദ്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ പീൽ ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ വലുതായി VR in for India എന്ന് എഴുതിയിരിക്കുന്നു. താഴെ മൈക്രോമാക്സ് ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ ഇൻ 2B എന്ന മോഡൽ നെയിം വലുതായിട്ട് എഴുതിയിരിക്കുന്നു. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് വേരിയൻറ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. സൈഡിൽ മൈക്രോമാക്സിൻ്റെ ലോഗോയും കാണാം. ഇവിടെയാണ് ഡിവൈസിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ നൽകിയേക്കുന്നത്. ഒക്ടാകോർ പ്രോസസ്സർ, 6.52 ഇഞ്ച് ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ, 13+2 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, 5000 mAh ബാറ്ററി എന്നിവയൊക്കെയാണ് ഇവിടെ നൽകിയേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതയാണ്. പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ബ്ലോട്ട്വെയറോ കാര്യങ്ങളൊന്നുമില്ല, പരസ്യങ്ങളില്ല, പ്രൊമോഷൻസ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സീല് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലാദ്യമായിട്ടൊരു പേപ്പർ കാണാം. ഇത് എക്സ്റ്റെൻഡഡ് വാറണ്ടി, സ്ക്രീൻ ഡാമേജ്, ആക്സിഡൻ്റൽ കവർ എന്നിങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളൊരു പേപ്പറാണ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇത് ബ്ലാക്ക് കളർ വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതുകൂടാതെ ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെയുള്ള കളറുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ അങ്ങ് പീൽ ചെയ്യാം. ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു സ്റ്റിക്കറായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡിവൈസ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. പ്ലാസ്റ്റിക് ബാക്കാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഒരു ടെക്സ്റ്റേർഡ് ഡിസൈനാണ്. അതും 2 രീതിയിലുള്ള ഡിസൈനാണ്. പകുതി സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 2 ടൈപ്പ് ഗ്രിപ്പ് വന്നിട്ടുണ്ട്. നല്ല ഒരു ഗ്രിപ്പുണ്ട് കേട്ടോ. കയ്യിൽ ഇൻ ഹാൻഡ് ഫീൽഡ് വളരെ മികച്ചതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5000 mAh ബാറ്ററി ആണെങ്കിൽ കൂടി ഭീകരമായ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഈ ഫോണിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെയും താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. മുകളിലായി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. ഇവിടെയാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. 2 ലെൻസും താഴെ ഒരു ഫ്ലാഷും ആയിട്ടാണ് ഈ ഒരു റിയർ ക്യാമറ സെറ്റപ്പ് വന്നിരിക്കുന്നത്. സൈഡിലായിട്ട് AR ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ് കാണാം. പിന്നെ പവർ ബട്ടണും ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉള്ളത്. ഇത് ഹൈബ്രിഡ് സ്ലോട്ട് അല്ല, ഡെഡിക്കേറ്റഡ് ആണ്. താഴെ നോക്കുകയാണെങ്കിൽ ടൈപ്പ് C പോർട്ട് കാണാം. ഒരു മൈക്രോഫോൺ ഹോൾ കാണാം. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്കും താഴെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് കൂടെ നോക്കാം. ഒരു സിം എജക്ടർ, ഒരു യൂസർ മാനുവൽ, പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്ക്രീൻ പ്രൊട്ടക്റ്റർ, അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു TPU കേസ് ഉണ്ട്. USB A to Type C ചാർജിങ് കേബിൾ നൽകിയിട്ടുണ്ട്. 5 വോൾട്ട് 2 ആംപിയർ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ചാർജറാണ്. 10 വാട്ട്സ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ചാർജറാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോക്സിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് മൈക്രോമാക്സ് ഇൻ 2Bയുടെ ഡിസ്പ്ലേ നോക്കാം. ഇതിലൊരു 6.52 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 720x1600 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. ഇതിൽ HD+ റെസൊല്യൂഷൻ ആണുള്ളത്. 20:9 ആണ് സ്ക്രീനിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 400 nits ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. 269 പിക്സൽ പെർ ഇഞ്ചാണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് മൈക്രോമാക്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല വൈബ്രൻ്റ് ആണ്, നല്ല ഷാർപ്പാണ്. പിക്സലേഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. വീഡിയോ കാണാനാണേലും ഗെയിം കളിക്കാനാണേലും ഒക്കെ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ 400 nits ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. IPS ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് സൺലൈറ്റിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ല നൽകുന്നത്. പിന്നെ ഇതിലെ വ്യൂയിങ് ആംഗിൾസും വളരെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇതിൽ ഫേസ് ചെയ്തില്ല. ഇനി നമുക്ക് മൈക്രോമാക്സ് ഇൻ 2Bയുടെ സൗണ്ട് ക്വാളിറ്റി നോക്കാം. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് സ്പീക്കർ ഗ്രില്ലിനെ കുറിച്ച് തന്നെയാണ്. അതിൻ്റെ പുറകിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ ആ സ്പീക്കർ ഗ്രില്ല് ഇങ്ങനെ കവർ ആകാറുണ്ട്. ചെറിയൊരു ഓഡിയോയിലൊരു ഡിസ്റ്റോർഷൻ നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യും. അതിങ്ങനെ സൗണ്ട് വേവ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർവീസിൽ വെച്ച് ഓഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയ കൺസ്യൂം ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്.
ആ ഓഡിയോ വേവ്സിന് ക്ലീൻ ആയിട്ട് പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ സ്പീക്കർ ഗ്രില്ല് താഴെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെയും ബെറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ആസ്പെക്ട് നോക്കാം. അപ്പോൾ ഇതിൽ 1.8 GHz ഒക്ടാ കോർ യൂണിസോക് T610 പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ARM Cortex A75 കോറും 6 Cortex A55 കോറുമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 4 GB RAM 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ ഒരു 6 GB RAM 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 8499 രൂപ ഈ ഒരു മോഡലിന്. കൂടിയ മോഡലിന് 9499 രൂപയാണ്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലെ റിയർ ക്യാമറ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഒന്ന് 13 MP f1.8 വരുന്ന പ്രൈമറി ക്യാമറയും പിന്നെ ഒരു 2 MP അപ്പർച്ചർ 2.4 വരുന്ന ഡെപ്ത് സെൻസിങ് ക്യാമറയുമാണുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 5 MP ഷൂട്ടറാണ്. അപ്പർച്ചർ വാല്യൂ വരുന്നത് f2.2 ആണ്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് കാണാം. അപ്പോൾ ഈ കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ മൈക്രോമാക്സ് ഇൻ 2Bയിൽ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ ഓവറോൾ ക്വാളിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ബഡ്ജറ്റിന് ഓക്കെ ക്വാളിറ്റി എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിഗംഭീരമായ പെർഫോമൻസോ കാര്യങ്ങളൊന്നും അല്ല. ഫോക്കസ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട്, ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ക്യാമറ. അതുപോലെ തന്നെ ഇൻഡോർ കണ്ടീഷൻസിൽ ഷൂട്ട് ചെയ്യുന്ന ഇമേജസ് മിക്കതും നല്ല നോയ്സി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിലെ ആകെ തോന്നിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ സെക്ഷൻ മാത്രമാണ്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കേപ്പബിലിറ്റി. ഇതിലെ പ്യുവർ ആൻഡ്രോയിഡ് ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. ഇപ്പോൾ ഡിവൈസ് ഇറങ്ങിയിട്ട് 7 മാസം കഴിഞ്ഞു. അതിനുശേഷവും മേജറായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും വന്നിട്ടില്ല. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ മൈക്രോമാക്സ് ഗ്യാരണ്ടീഡ് അപ്ഗ്രേഡ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പം നമ്മൾ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ബ്ലോട്ട്വെയറോ കാര്യങ്ങളോ ഇല്ല. ആ ഫോൺ വരുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ വളരെയധികം കുറച്ച് ആപ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ട ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഡിവൈസുകൾ മെയിനായിട്ടും ഉപയോഗിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്കായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് മാർക്കറ്റിലുള്ള ആൾട്ടർനേറ്റീവ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിലെല്ലാം ഒരുപാടധികം ബ്ലോട്ട്വെയർസ് ഉണ്ട്. അതുകൂടാതെ പ്രൊമോഷണൽ കണ്ടൻറ്റ് നോട്ടിഫിക്കേഷനിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ട് ബാക്കി ബ്രാൻഡുകൾ. അപ്പോൾ ഇതിൽ അതൊരു ബെനിഫിറ്റാണ്. അപ്പം നമ്മൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിൽ പ്രായ ആർക്കെങ്കിലും ഫോൺ മേടിച്ച് കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ട്രേ ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് അതിൽ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ ഫേസ് ചെയ്യത്തില്ല. പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു മേജർ ആസ്പെക്റ്റ് പറയാം. അത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഒരു 5000 mAh പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ മൈക്രോമാക്സ് നൽകിയേക്കുന്നത്. നല്ല ഉഗ്രൻ ബാക്കപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഡിവൈസ് ആദ്യമായിട്ട് ഞാൻ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ചാർജ് തീർക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ 1.5 ദിവസത്തോളം സൂപ്പറായിട്ട് ബാക്കപ്പ് ലഭിക്കും നോർമൽ യൂസേജ് ഒക്കെ ആണെങ്കിൽ. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് 10 വാട്ട്സിൻ്റെ സ്ലോ ചാർജിങ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5000 mAh 10 വാട്ട്സ് വെച്ച് ചാർജ് ചെയ്യാൻ ഒരുപാടധികം സമയം എടുക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു 15 വാട്ട്സ് ചാർജർ കൂടെ മൈക്രോമാക്സിന് ഉൾക്കൊള്ളിക്കാമായിരുന്നു. ഈ രാത്രിയിൽ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് കിടന്നുറങ്ങുന്നവർക്കൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ആകും, പിന്നെ അടുത്ത ദിവസം നോക്കിയാൽ മതി. പക്ഷേ എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടേലുമൊക്കെ പോകേണ്ടി വരുമ്പോൾ അതിന് മുമ്പ് ഇച്ചിരി ചാർജ് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോഴാണ് ഈ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതിൻ്റെ ആ ഒരു വേദന നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈക്രോമാക്സ് ഇൻ 2Bയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്യാമറയും ആ സ്ലോ ആയിട്ടുള്ള ചാർജിങ്ങും ഒഴിച്ചു നിർത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റ് തന്നെയാണ് മൈക്രോമാക്സ് ഇൻ 2B. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചാനലിൽ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഇതിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.